സമയം വരെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഒരുപാട് അമലുകൾ ചെയ്തു, പക്ഷേ അതബെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ആ അമലുകളെല്ലാം ബാത്തിലാണ്. മുഅ്മിനീങ്ങളെ, ഇബ്ലീസിന്റെ ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? വലിയ ആലിമല്ലേ, വലിയ പണ്ഡിതനല്ലേ, മലക്കുകളുടെ ഉസ്താദല്ലേ, ജിന്നുകളുടെ ഗുരുനാഥനല്ലേ? അതേ ലോകത്തിന്റെ, അതേ ആകാശ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്ത വ്യക്തിയല്ലേ ഇബ്ലീസ്. പക്ഷേ ആ ഇബ്ലീസ് ലോകത്തെ ഏറ്റവും വലിയ നിർഗഷ്ടനായി മാറിയില്ലേ? അമലിന്റെ കുറവാണോ? ഇൽമിന്റെ കുറവാണോ? പാണ്ഡിത്യത്തിന്റെ കുറവാണോ? അല്ല, അദബ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ അദബ് കേട് കാണിച്ചു പോയി, അവൻ മര്യാദ കേട് കാണിച്ചു പോയി, അവൻ അതിനെ വിലങ്ങിപ്പോയി. ഇല്ല, ഞാൻ തീ കൊണ്ട് പടച്ചവനാണ്, മണ്ണ് കൊണ്ട് പടച്ചവനിക്ക് ഞാൻ സുജൂദ് ചെയ്യൂല എന്ന അദബ് കേടിന്റെ വർത്തമാനം പറഞ്ഞു പോയി. എത്ര വലിയ ആലിമായിട്ടെന്താ, എത്ര വലിയ പണ്ഡിതനായിട്ടെന്താ, ഒന്നുമല്ലാത്തവനായി മാറിയില്ലേ? അവന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞു പോയില്ലേ? ഏറ്റവും വലിയ നികൃഷ്ടനായി മാറിയില്ലേ? നരകത്തിന്റെ അഗാധ ഗർത്തത്തിലായി പോയില്ലേ? സർവ മനുഷ്യരുടെയും ശാപമേറ്റ് വാങ്ങേണ്ടി വന്നില്ലേ? മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിക്കണോ? ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞങ്ങളുടെ മനസ്സുകൊണ്ടോ, ഞങ്ങളുടെ ഹൃദയം കൊണ്ടോ, ശരീരം കൊണ്ടോ അദബ് കേട് ചിന്തിക്കുന്നവരായോ, അദബ് കേട് പ്രവർത്തിക്കുന്നവരായോ, അദബ് കേട് സംസാരിക്കുന്നവരായോ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. തെരഞ്ഞെടുപ്പിന്റെ കാലം വരികയാണ്, വോട്ടുകൾ പിടിക്കുന്ന കാലമാണ്. ഓരോ സ്ഥാനാർത്ഥികളും അതേ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന സമയമാണ്. ശബ്ദം ശ്രവിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചാലും, ഏത് ആളുകൾക്ക് വേണ്ടി വോട്ട് തേടിയാലും എന്റെ വിഷയം അതൊന്നുമല്ല. ഞാൻ പറയുന്നത്, അങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലോ ഒരു ആലിമിനെയും കുറ്റം പറയരുതേ, ഒരു സയ്യിദിനെയും കുറ്റം പറയരുതേ, ഒരു പണ്ഡിതനെയും കുറ്റം പറയരുതേ. അതെ, അത് രാഷ്ട്രീയമുള്ള സയ്യിദാവട്ടെ, രാഷ്ട്രീയമില്ലാത്ത സയ്യിദാവട്ടെ, ഏത് ആലിമിനെയും നിങ്ങൾ കുറ്റം പറയണ്ട, അവരുടെ കോലങ്ങൾ ഉണ്ടാക്കണ്ട, അവരെ മോശമാക്കണ്ട. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാ, നന്നാക്കി തരണേ അല്ലാ, നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണം റഹ്മാനെ, അദബുള്ളവരാക്കണേ അല്ലാ, ബഹുമാനമുള്ളവരാക്കണേ അല്ലാ, അദബ് കെട്ടവരാക്കി മാറ്റല്ലേ അല്ലാ, നരകത്തിന്റെ വിറക് കൊള്ളികളാക്കല്ലേ അല്ലാ. നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങളിലാണ്, വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അല്ലാ,
എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ ഒരു രോഗവും ഞങ്ങളുടെ ശരീരങ്ങളിൽ നീ നൽകല്ലേ അല്ലാ. വല്ല മാരകമായ രോഗങ്ങളുടെയും അണുക്കൾ ഉണ്ടെങ്കിൽ നീ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഹദ്ദാദ് റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് മായിച്ച് കളയണേ അല്ലാ, മായിച്ച് കളയണേ അല്ലാ. ഞങ്ങളെ വിഷയങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ, നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാ ഞങ്ങൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഖബറിലാണ്. ഇന്നും മരണപ്പെട്ടു പോയി ഒരു നല്ല സഹോദരൻ നമ്മുടെ മജ്ലിസിൽ വന്നിട്ട് വെള്ളം വാങ്ങിച്ചു കുടിച്ചയാളാണ്. അല്ലാ അല്ലാ, ഒരുപാട് കാലമായി സുഖമില്ലാതെ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. ആ കിടത്തം കാണുമ്പോൾ തന്നെ വല്ലാത്ത വിഷമമായിരുന്നോ, വല്ലാത്ത പ്രയാസമായിരുന്നോ. ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് ഇറച്ചികൾ നഷ്ടപ്പെട്ടിട്ട് ക്യാൻസർ രോഗത്തോട് മല്ലടിച്ച് കിടന്നിരുന്ന സഹോദരനാണ്. അല്ലാ, റബ്ബിന്റെ ഖലാ വന്നു. ആ സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. ദോഷങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ആ രോഗവുമായി ബന്ധപ്പെട്ട് ആ സഹോദരൻ എത്രമാത്രം വേദനകൾ സഹിച്ചിട്ടുണ്ടോ, വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടോ, അതെല്ലാം ആ സഹോദരന്റെ പാപങ്ങൾ പൊറുക്കാൻ ഒരു കാരണമായി നീ കബൂലാക്കണേ അല്ലാ. ഖബറിൽ നീ വലിയ സന്തോഷം നൽകണം റഹ്മാനെ. അങ്ങനെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആരൊക്കെയുണ്ടോ അവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ മിസ്ലു സവാബ് നീ എത്തിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ ആണിനും പെണ്ണിനും അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. പ്രവാസ ലോകത്തുള്ളവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ. മാസങ്ങൾക്ക് ശേഷം ഇന്ന് ജുമാ നിസ്കാരം ആരംഭിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു UAE-യിൽ നിന്ന്. അല്ലാഹുവേ, നിലനിർത്തണേ അല്ലാ. ഈ മാരകമായ രോഗത്തെ ഞങ്ങളുടെ നാടുകളിൽ നിന്ന്, ലോകത്ത് നിന്ന് നീ എടുത്തു കളയണേ അല്ലാ. പഴയ കാലം ഞങ്ങൾക്ക് നീ ഒന്ന് തിരിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, അങ്ങനെ ഒരു പഴയ കാലം ഞങ്ങളിലേക്ക് വന്നാലും നിന്നെ മറക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഒരു കല്യാണത്തിന്റെ ദിനം വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആൺകുട്ടികളും പെൺകുട്ടികളും മതിമറക്കുകയല്ലേ, ഡാൻസ് കളിക്കുകയല്ലേ അല്ലാ. അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഓ ചെറുപ്പക്കാരാ, പൊന്നു പെങ്ങളെ നമുക്ക് വേണ്ട വേണ്ട. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അതെ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا كل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير، وأن تحفظنا في أدياننا وأنفسنا وأولادنا وأصحابنا وأقاربنا ومن تعلقوا بنا من كل مهنة وفتنة ومشقة ومرض وألم وسقم وضير. إنك ولي لكل خير ومتفضل بكل خير ومعتل لكل خير يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم السر منا لا تهتك ستر عنا، وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك ستر عنا، وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك ستر عنا، وعافنا واعف عنا
وكلنا حيث كنا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا حي يا قيوم هي القلوب تحيا واصلح لنا الأعمال في الدين والدنيا يا حي يا قيوم هي القلوب تحيا واصلح لنا الأعمال في الدين والدنيا يا حي يا قيوم هي القلوب تحيا واصلح لنا الأعمال في الدين والدنيا അല്ലാഹുവേ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവര് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ റബ്ബേ ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ് ഈ മദനിയം മജ്ലിസിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാങ്ങാൻ സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് മുഅ്മിനാത്തുകളുണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവേ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ റഹ്മാനെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ സഹായിച്ചവരെ നീ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാഹ് അവരിൽ പ്രവാസികളിലുള്ളവരുണ്ട് നാട്ടിലുള്ളവരുണ്ട് അവരുടെ ജോലികളിൽ അവരുടെ ബിസിനസ്സുകളിൽ അവരുടെ ഏർപ്പാടുകളിൽ അവരുടെ യാത്രകളിൽ അവരുടെ ഭാര്യമാരിൽ മക്കളിൽ എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ് അവരിലും മക്കളില്ലാതെ ഒരുപാട് ആളുകളുണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് അവർ ആമീൻ പറയുന്നത് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് അഭ്യർത്ഥിച്ചവരുണ്ട് ഏൽപ്പിച്ചവരുണ്ട് ഓൺലൈനിലൂടെ അറിയിക്കുന്നവരുണ്ട് ഫോൺ വിളിച്ചവരുണ്ട് ഇന്ന് രാവിലെ മുതൽ സാധുവാ എന്നെ വിളിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവൂല വലിയ തിരക്കുകളായ ചില ചില വിഷയങ്ങൾ അതെ ചിലരോട് പറഞ്ഞു കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് അതെ ആ സമയത്ത് ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു എല്ലാവരും ഒന്ന് ക്ഷമിക്കണോ അല്ലാഹുവേ എല്ലാവരുടെയും ഫോൺ എടുക്കാനും അവർക്ക് പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാനും തൗഫീഖ് നൽകണമല്ലാ കാസർഗോഡ് നിന്നൊരു സഹോദരി വിളിച്ചു കുഴൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്താദേ 200ന്റെ മുകളിൽ അതേ കുഴികുഴതേ ആഴത്തിൽ കുഴിച്ചിട്ടുണ്ട് ഇതുവരേക്കും വെള്ളം കിട്ടിയിട്ടില്ല അൽഹംദുലില്ലാ ശൈഖുന അതേ ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹിയുടെ പേരിൽ യാസീൻ നേർച്ചയാക്കാൻ പറഞ്ഞു അതുപോലെ മഹാന്മാരായ ബദറിൽ ശുഹദാക്കളുടെ പേരിൽ 14 ഫാത്തിഹ ഓതാൻ പറഞ്ഞു നാരിയത്ത് സ്വലാത്ത് നിയത്താക്കാൻ വേണ്ടി പറഞ്ഞു അൽഹംദുലില്ലാ 240 ആയപ്പോൾ വീണ്ടും വിളിച്ച സഹോദരി ഇല്ല ഉസ്താദേ വെള്ളം കിട്ടിയില്ല അപ്പോഴതാ വീണ്ടും അതേ ശൈഖുനാ സിഎം വലിയുള്ളാഹിയെ നമ്മളും അതേ അവിടുത്തെ ഹദ്റത്തിലേക്ക് യാസീൻ ഓതി അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു പറയുകയാണ് ഉസ്താദേ നല്ല വെള്ളം കിട്ടി അൽഹംദുലില്ലാ അങ്ങനെ റഹ്മാനായ റബ്ബേ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹ് അവരുടെ കറാമത്ത് എത്ര വലിയ കറാമത്താണ് അതുപോലെ മഹാന്മാരായ ബദറിൽ ശുഹദാക്കളായ 14 സ്വഹാബ ആഖിലുഹും വറാഫിഉഹും വസഫ്വാനും വസഅദുൻ ثم عوف مهجر وبيدة معوذ نمير وحارثة مبشر نمير وذو الشمالين يزيد വലിയ മഹാന്മാരല്ലേ ആ 14 പേര് അവരുടെ പേരിൽ ഫാത്തിഹ ഓതിയപ്പോൾ നിയത്താക്കിയപ്പോ എത്ര വലിയ അത്ഭുതങ്ങളാണ് അല്ലാഹുവേ അവരുടെ പേരിൽ യാസീനും ഫാത്തിഹയും ഓതുന്നവരുണ്ട് മക്കളില്ലാത്ത വിഷമം കൊണ്ടാണ് അവർ ഓതുന്നത് ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ് മക്കളെ കൊടുക്കണേ അല്ലാഹ് ഉസ്താദേ എനിക്ക് 25 വയസ്സായി 27 വയസ്സായി 29 വയസ്സായി 34 വയസ്സായി ഒരു കല്യാണം കഴിഞ്ഞ് മുമ്പ് ഒഴിവാക്കിയതാണ് അങ്ങനെ പറഞ്ഞ് വിവാഹത്തിന്റെ ആഗ്രഹങ്ങളുമായി കഴിയുന്ന ആണിനും പെണ്ണിനും ബഹുമാനപ്പെട്ട ശൈഖുനാ സിഎം വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് നല്ല അനുയോജ്യരായ ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്
എന്തൊക്കെ മുറാദുകളുണ്ടോ അതെല്ലാം നീ ഹാസിലാക്കി തരണം റഹ്മാനേ. ഏത് വലിയ മലമൂലത്തെ പ്രശ്നങ്ങളാണെങ്കിലും നീ പരിഹരിക്കണേ അല്ലാ. ഹോസ്പിറ്റലുകളിൽ അതേ കിഡ്നിക്ക് തകരാറ്, അതുപോലെ മാനസികമായ തകരാറ്, കോവിഡിന്റെ പ്രശ്നങ്ങള്, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. മദനിയം മജ്‌ലിസിലേക്ക് വിളിച്ചുകൊണ്ട് സന്തോഷങ്ങൾ അറിയിച്ചവർ, എന്റെ ഉമ്മാക്ക് ബ്ലോക്കിന്റെ 2 പ്രാവശ്യം പ്രോഷൻ ചെയ്തതിന് ഉമ്മാക്ക് മദനിയം കാണുന്നതിന് മുമ്പ് ഒരു കൈ നല്ല വേദനയും ഹദ്ദാദിന്റെ വെള്ളം കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഉസ്താദേ. റബ്ബേ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. നാഥനായ റബ്ബിന് സ്തുതി. മദനിയം പരിപാടി നടത്തുന്ന ഉസ്താദിനെ 1000 നന്ദി. 37 വയസ്സായി. 1,00,000 സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ചൊല്ലാൻ പറ്റുമോ എന്ന് തോന്നുമായിരുന്നു. മാഷാ അല്ലാഹ് ഇപ്പോ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. ഉസ്താദേ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ ഉമ്മാക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്നു. അത് മാറിയതിനു ശേഷം കാലിന് നല്ല തരിപ്പും വേദനയും ഉണ്ടായിരുന്നു. നടക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 3 മാസം കഴിയും നടക്കാൻ എന്നാണ്. ഹദ്ദാദ് റാത്തീബ് പങ്കെടുത്ത ഹദ്ദാദ് വെള്ളം കുടിച്ചപ്പോ ഇപ്പോൾ നടക്കാൻ തുടങ്ങി ഉസ്താദേ. അൽഹംദുലില്ലാഹ്. അങ്ങനെ എത്ര ആളുകളാണ് സന്തോഷങ്ങൾ അറിയിക്കുന്നത്. എല്ലാവർക്കും നീ ഫലം നൽകണേ റബ്ബേ. നീ ഫലം നൽകണേ അല്ലാ. നീ ഫലം നൽകണേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ റബ്ബേ. ഖായിബാക്കി മടക്കല്ലേ അല്ലാ. വിഷമങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. അല്ലാഹുവേ മുറാദ് ഹാസിലാക്കണേ അല്ലാ. മുറാദ് ഹാസിലാക്കണേ അല്ലാ. തുടക്കത്തിൽ നേരിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് കാരണം ഒരുപാട് ആളുകൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഒരു വിചാരിച്ച് ഉണ്ടാവൂല എന്ന് വിചാരിച്ചിട്ട് അവര് സാധുക്കള് റബ്ബേ അവർക്കും നീ വലിയ പ്രതിഫലം നൽകണേ റബ്ബേ. നീ വലിയ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. അവരും ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ടാകും. അല്ലാഹുവേ അവരുടെ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. ഞാന് കുന്നും പുറത്തു നിന്ന് 7ൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ വീടിന്റെ ആധാരം വർഷങ്ങളായി 6 ലക്ഷം രൂപക്ക് ബാങ്കിലാണ്. എന്റെ ഉപ്പയുടെ ഒരുപാട് പൈസ വർഷങ്ങളായി ഒരാളെ കയ്യിൽ പെട്ടിരിക്കടയാണ്. അയാളെ ഒരു വിവരവുമില്ല. ആ പൈസ എത്രയും പെട്ടെന്ന് കിട്ടാൻ ദുആ ചെയ്യണം. 113 സ്വലാത്തുൽ ഫാത്തിഹ ഇന്നലെ മുതലേ തലവേദനയും ഛർദിയുമാണ് ഉസ്താദെ. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ഉണ്ട്. ശിഫയാവാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. കുന്നും പുറത്തുള്ള 7ൽ പഠിക്കുന്ന കുട്ടിന്റെ ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. എന്റെ പേര് സൻഹ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ്. ഞങ്ങൾ എന്നും മദനിയം കാണാറുണ്ട്. എന്റെ ഉപ്പാക്ക് ജോലിയില്ല, കുറെ കടങ്ങളുണ്ട്. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ. ഇക്ക മസ്കറ്റിലാണ്. എല്ലാം ശരിയായി എനിക്ക് ഇക്കാന്റെ അടുത്ത് പോകാനും കൊറോണ ടെസ്റ്റ് ഉണ്ട്, അത് നെഗറ്റീവ് ആകാനും ദുആ ചെയ്യണം. അല്ലാഹുവേ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ ഞാന് ഗൂഡല്ലൂരിൽ നിന്നാണ്. എന്റെ അയൽവാസിയായ സൗദ ബീവി എന്നവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം ബുദ്ധിവൈകല്യം ആണ് കല്യാണം കഴിച്ചത്. 2 മാസമായിട്ടുള്ളൂ. അവരുടെ വീട്ടിൽ താമസിപ്പോൾ വിവാഹം വേർപെടുത്തി കൊടുക്കുന്നില്ല. വേർപെടുത്തി കൊടുക്കുവാനും സാലിഹായ ഒരു ഭർത്താവ് കിട്ടുവാനും ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹുവേ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഏട്ടത്തിയുടെ ഭർത്താവിന്റെ ഗ്രന്ഥവീക്കം ഓപ്പറേഷൻ കഴിഞ്ഞു. ടെസ്റ്റ് റിസൾട്ട് ക്യാൻസർ ആണ്. നാളെ വീണ്ടും ടെസ്റ്റിന് മിക്കവാറും വൃഷ്ണം നീക്കം ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത്.
പഴുപ്പ് ബാധിച്ച് പോയെന്ന് ഉസ്താദെ യാതൊരു പ്രശ്നവുമില്ലാതെ അല്ലാഹുവേ ആജിലായ ശിഫ നൽകണേ അല്ലാ, ആജിലായ ശിഫ നൽകണേ അല്ലാ. ഞാൻ പുത്തനത്താണിൽ നിന്നാണ്. എൻ്റെ അമ്മായിയുടെ മകൻ 4 വയസ്സാവാനായി. അവൻ നടക്കാനോ സംസാരിക്കാനോ കഴിയില്ല. ഒരു കുട്ടിയുടെ തലച്ചോറിലെ ഒരു ഞരമ്പിന്റെ പ്രശ്നമാണ്. ഒരു സ്ഥലത്തിരിക്കണമെങ്കിൽ ചാരിയിരിക്കണോ? അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ്. മദന പരിപാടിയിൽ അങ്ങനെയുള്ളവർക്കും അല്ലാത്തവർക്കും ആ സദസ്സ് വലിയ പരിഹാരമാണെന്ന് കേട്ടു. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. ഉസ്താദേ ഞാൻ മുൻപും കുറെ തവണ പറഞ്ഞിരുന്നു, ജോലിയുടെ കാര്യം ഇതുവരെ ആയിട്ടൊന്നും റെഡിയായില്ല. അല്ലാ ജോലി റെഡിയാക്കി കൊടുക്കണേ അല്ലാ, മുറാദ് ഹസുലാക്കണേ അല്ലാ. ഉസ്താദെ ഞാൻ മെസ്സേജ് അയച്ച് 4 ദിവസമായി ഉസ്താദ് കണ്ടിട്ടില്ല. ഭയങ്കര വിഷമത്തിലാണ്. ജ്യേഷ്ഠത്തിൽ തലയിടിച്ച് വീണോ, തലവേദനയാണ്. ഞാൻ മറ്റേ നമ്പറിൽ മെസ്സേജ് വിട്ടിരുന്നു. അല്ലാഹുവേ ഖദീജ വയനാട് ശിഫ നൽകണേ അല്ലാ. എന്റെ അനിയൻ ഫസലുദ്ദീൻ എന്നവര് റിയാദ് കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അല്ലാഹുവേ ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. എത്രയും പെട്ടെന്ന് ആജിലായ ശമനം നൽകണേ അല്ലാ. ഉസ്താദേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സഹോദരന്മാർക്കും മക്കളില്ല, പ്രത്യേകം ദുആ ചെയ്യണോ. അല്ലാഹുവേ 3 സഹോദരങ്ങൾക്കും നീ മക്കളെ കൊടുക്കണേ അല്ലാ. എന്റെ പേര് ഷമീമ മഞ്ചേശ്വരം. മനസ്സിലേക്ക് സമാധാനം കിട്ടാനും ഖൈറായ ഒരു വീടുണ്ടാവാനും ദുആ ചെയ്യണേ ഉസ്താദേ. റബ്ബേ നല്ല വീട് കൊടുക്കണേ അല്ലാ, മുറാദ് ഹസുലാക്കണേ അല്ലാ. ഉസ്താദേ ഞാൻ മദനിയ പരിപാടി കേൾക്കാറുണ്ട്. അടുത്ത കാലത്താണ് കേൾക്കാൻ തുടങ്ങിയത്. മാഷാ അല്ലാഹ് നല്ല പരിപാടിയാണ്. കേൾക്കുമ്പോൾ മനസ്സിന് സമാധാനം സന്തോഷവും തോന്നുന്നു. എന്റെ സ്ഥലം കണ്ണൂർ മുഴപ്പിലങ്ങാടാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുകയാണ്. എനിക്ക് നടക്കാൻ പറ്റാത്ത 3 മക്കളുണ്ട്. ഇരക്കട്ട കുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. 7 മാസം തികയും മുമ്പ് പ്രസവിച്ചിരുന്നു. പ്രസവത്തിൽ തന്നെ തൂക്കം കുറവായിരുന്നു. അതിലൊരു കുട്ടിയുടെ കൈയും കാലും ബെൻഡായിരുന്നു. പ്രസവിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞ ഉടനെ ഡോക്ടറെ കാണിച്ചിരുന്നു. പലതവണ ആയിട്ട് 11 ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് പ്രത്യേക ഷൂട്ട് നടക്കുന്നുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അതുപോലെ കാന്തപുരത്തുള്ളൊരു സഹോദരി വിളിച്ചിരുന്നു. അവർ ട്രീറ്റ്മെന്റിന് എറണാകുളത്താണുള്ളത്. 4 വയസ്സായ അവരുടെ മകൾക്ക് നടക്കാൻ കഴിയുന്നില്ല, കിടത്തത്തിലാണ്. റബ്ബേ ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താൻ ഖുത്ബുൽ ആലം സിയം വലിയുള്ളാഹ് അവരുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ അദ്ദാദ് റതീബിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ആ കുഞ്ഞുമോൾക്ക് നടക്കാനുള്ള കഴിവ് നീ നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശമനം നീ നൽകണം റഹ്മാനേ. കൈവെടിയല്ലേ അല്ലാഹ്. അങ്ങനെ എത്രയെത്ര മക്കളാണ് റബ്ബേ. മക്കൾ നടക്കാൻ കഴിയാത്ത മക്കൾക്ക് നടക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കളുടെ കണ്ണിന്റെ കുളിർമയായി ആ മക്കളെ നീ വളർത്തണേ റബ്ബേ. അതുപോലെ ഒരാൾ 4 ലക്ഷം രൂപ തരാനുണ്ട്. അല്ലാഹുവേ അയാൾക്ക് നൽകാനും വാങ്ങാനുള്ളവർക്ക് അത് വാങ്ങാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ ഉസ്താദേ പറയാൻ വാക്കുകളില്ല. ഇങ്ങനെയൊരു കഥയൊരു പരിപാടി തുടങ്ങിയത് വലിയ സന്തോഷമാണ്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഉപ്പാക്ക് സുഖമില്ല, പ്രഷർ കൂടുന്നു, ക്വാറന്റൈനിൽ അതെ ക്രിയാറ്റിൻ കൂടുന്നു, ഭർത്താവിന്റെ സ്നേഹം ലഭിക്കുന്നില്ല. അത് പൂർണ്ണമായും ആത്മാർത്ഥമായും തന്നെ ലഭിക്കാനും മക്കൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാനും അറിവില്ലായ്മയാവാനും ദുആ ചെയ്യണേ ഉസ്താദേ. നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ ഞാൻ നിലമ്പൂര്
നിന്നാണ് മെസ്സേജ് അയക്കുന്ന ഉസ്താദ്. എന്റെ ഭർത്താവിന് വർഷങ്ങളായിട്ടുള്ള കാലിൽ മുറിവിന് ഇപ്പോൾ മാറ്റമുണ്ട്. ഹദ്ദാദ് ചൊല്ലി ഊതിയ വെള്ളം കൊണ്ട് ദിവസവും മുടങ്ങാതെ കഴുകലുണ്ട്. അതുകൊണ്ടായിരിക്കാം മാറ്റമുള്ളത്. ഇപ്പോൾ കാലിന്റെ മടമ്പിന് ഭയങ്കര വേദനയാണ്. യൂറിക് ആസിഡ് ഉള്ളത് കൊണ്ടോ അവിടെ പഴുപ്പുള്ളത് കൊണ്ടോ എന്ന് അറിയില്ല. ആജിലായ ശമനം നീ നൽകണേ റബ്ബേ, ശിഫ നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ അങ്ങനെ സാധുക്കളായ ഞങ്ങളെ മുറാദുകൾ ഹാസിലാവാൻ വിളിച്ചു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരു ബന്ധു ഡെലിവറി കഴിഞ്ഞ് ഇരട്ട കുട്ടികളാണ്. 3 മാസമായി പ്രസവിച്ചിട്ട് ആൺകുട്ടി ഭയങ്കര കരച്ചിലാണ്. അല്ലാ, ആ 3 കുട്ടികൾക്കും നീ നല്ല ശമനം നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കളുടെ കൺകുളിർമയായി വളർത്തണേ അല്ലാ. കാസർഗോഡ് നിന്റെ ബാപ്പ മരണപ്പെട്ടത് ഈ മാസം റബിയുൽ ആഖിർ 4-നാണ്. ഉമ്മാമ മരണപ്പെട്ടതും അവരെ ദുആയിൽ ഉൾപ്പെടുത്തണോ. 2 കൊല്ലം മുമ്പ് ബ്ലോക്ക് വന്നിട്ട് സുഖമുണ്ട്. മരുന്നില്ലാതെ ആരോഗ്യത്തോടെ സുഖമാവണം. ആഖിബത്ത് നന്നാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. മുറാദ് ഹാസിലാക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ കുട്ടിലങ്ങാട് നിന്ന് സനാ മോളുടെ 5 വയസ്സായ അനിയന് മുത്തു റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ടു എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കും കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കൂട്ടിലങ്ങാട് ഉപ്പാക്ക് ജോലിയില്ല. ഉമ്മാന്റെ 3.5 പവന്റെ മാല അമ്മോൻ വാങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. അത് പെട്ടെന്ന് തിരിച്ചു തരാൻ ഉമ്മാക്ക് ഉപ്പാക്ക് ജോലി ശരിയാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. റാഹത്താക്കി കൊടുക്കണേ അല്ലാ. 3 വയസ്സായ കുട്ടിയുടെ മൂത്രം ഒഴുകുന്നവിടെ വീക്കവും വേദനയും ഉണ്ടായിരുന്നു. ഇന്നലെ മജ്ലിസ് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് കുറെ ചലം വന്നു. വീക്കം കുറച്ച് കുറവുണ്ട്. ഹദ്ദാദിന്റെ വെള്ളം കൊടുത്തിരുന്നു. വീക്കം പൂർണ്ണമായി മാറാൻ ദുആ ചെയ്യണോ. ആജിലായ ശിഫ നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുണ്ട് ഒരുപാട് ആളുകൾ അറിയിച്ചിട്ട് ഇപ്പോൾ നിർത്തുകയാണ്. സമയം വൈകിയിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാ. മറ്റന്നാള് തിങ്കളാഴ്ച രാവാണ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ദിവസമാണ്. ആരും മറന്നു പോകരുത്. അല്ലാഹു ആ മജ്ലിസുകളെല്ലാം വിജയിപ്പിച്ചു തരട്ടെ. പങ്കെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മുഹീദ്ദീൻ റാത്തീബ് വരികയാണ് വരുന്ന വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്. വലിയ മജ്ലിസാണ് മുഹീദ്ദീൻ റാത്തീബ്. പൂർണ്ണമായി നമുക്ക് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നീണ്ടു നിൽക്കുന്ന മജ്ലിസാണ്. 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഹദ്ദാദ് റാത്തീബ് ഒക്കെയായി നീണ്ടു നിൽക്കുന്ന വലിയ മജ്ലിസാണ് മുഹീദ്ദീൻ റാത്തീബ്. നല്ല മനസ്സോടെ എല്ലാവരും പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. റബീഉൽ ആഖിർ 30-ന് 10,000 ഖത്മ് ഗൗസുൽ ആദം തങ്ങളെ ഹദ്റത്തിൽ ഹദിയ ചെയ്തുകൊണ്ടുള്ള പരിപാടിയുണ്ട്. എല്ലാം റബ്ബ് വിജയിപ്പിക്കട്ടെ. ഒരു തടസ്സവും അല്ലാഹു വരുത്താതിരിക്കട്ടെ. എന്നൊക്കെ ആദ്യം തുടക്കത്തിൽ ചെറിയ തടസ്സം വന്നു. വലിയ വിഷമായി പോയി. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു. ആരുടെ മെസ്സേജാ നോക്കുക നിങ്ങൾ? എനിക്കറിയാം എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. ഉസ്താദെ കിട്ടുന്നില്ല, കിട്ടുന്നില്ല, കിട്ടുന്നില്ല. ആയിരക്കണക്കിന് ആളുകള്. പക്ഷെ ആർക്കും മറുപടി കൊടുക്കാൻ കഴിയില്ല. ഞാൻ തന്നെ വലിയ ടെൻഷനില്ല, വല്ലാത്ത വിഷമത്തിലാണ്. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാ മറുപടി പറയാ? അപ്പോ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം ദുആ ചെയ്യാ. അല്ലാഹു പരിപാടി തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കണം. തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്യണം. അതുപോലെ മദനിയ കുടുംബങ്ങൾക്കൊക്കെ ദുആ ചെയ്യണം. അതുപോലെ തഹജ്ജുദ് നിസ്കാരം സുബഹി നിസ്കാരം നഷ്ടപ്പെടാതെ അത് കൃത്യമായി സമയത്ത് നിസ്കരിക്കണം. എല്ലാത്തിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ കാറ്റടിച്ച് വീശുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് കിട്ടിയ റിപ്പോർട്ടുകൾ അത് വഴിമാറിപ്പോയി എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. അല്ലാഹുവേ, അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നീ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ, നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് മുസ്ലിമീങ്ങളോട് വലിയ അലിവും വലിയ സ്നേഹവും ബഹുമാനവും നീ നൽകണം റഹ്മാനെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.
ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇന്നത്തെ പറഞ്ഞ വിഷയത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. എല്ലാവരും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ഉമ്മമാരും നാളത്തെ സദസ്സ് നഷ്ടപ്പെടുത്തരുത്. നാളെ ഉമ്മമാർക്ക് വീടുകളിൽ പ്രത്യേകമായി അദബിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളെ ഈ വിഷയവുമായി കോർത്തിണക്കിക്കൊണ്ട് സംസാരിക്കും. എല്ലാ ഉമ്മമാരും പ്രത്യേകമായി നാളത്തെ സദസ്സ് ശ്രദ്ധിക്കണം. വീടുകളിൽ എന്തുകൊണ്ടാണ് ബലാകളും മുസീബത്തുകളൊക്കെ ഉണ്ടാകുന്നത്, അതൊക്കെ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രഭാഷണമാണ് നാളെ ഇൻഷാ അല്ലാഹ്. അദബുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് പറയാതിരിക്കാൻ കഴിയൂല. അതിന്റെ പ്രചരണങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. എല്ലാവർക്കും അതിന്റെ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കണം. നല്ല റാഹത്തോടെ നല്ലൊരു വഅദ് ഇൻഷാ നമുക്ക് നാളെ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിബറക്കത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിബറക്കത്തി കുതുബുൽ ആലം സിയം വലിയുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.